ടോച്ചീസ് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇത് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് 88ാമത്തെ എപ്പിസോഡിന്റെ റിവ്യൂ പറയാനായിട്ടാണ്. അപ്പൊ പതിവ് പോലെ ബിഗ് ബോസ് രാവിലത്തെ പാട്ടിട്ടു എല്ലാവരും ഡാൻസ് കളിച്ചു. അതിനുശേഷം കിച്ചണാണ് കാണിക്കുന്നത്. കിച്ചണിൽ നിന്ന് വളരെ മനോഹരമായ ഒരു പാചകം ഇന്ന് കണ്ടു. നെവിൻ ചിരട്ടപ്പുട്ട് ഉണ്ടാക്കുന്നത് കണ്ടു. അപ്പൊ വളരെ രസമായിരുന്നു കാണാനായിട്ട്, കാരണം നല്ല കളർഫുൾ ആയിരുന്നു. അപ്പം ഇന്നലെ അനീഷ് ഈ ചിരട്ട ഇങ്ങനെ മിനുക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പം ചിലപ്പോൾ ഇന്നലെ അവരിതിനെപ്പറ്റി ആലോചിച്ചിട്ടുണ്ട് രാവിലെ ചിരട്ടപ്പുട്ടുണ്ടാക്കുന്ന കാര്യം. അപ്പം ഇന്ന് നല്ല മനോഹരമായ ചിരട്ടപ്പുട്ട് നെവിൻ ഉണ്ടാക്കി. അപ്പം നെവിൻ കാര്യമൊക്കെ പറയുന്ന കുറേ നല്ല നല്ല പാചകങ്ങൾ പുള്ളിക്കറിയാം. അപ്പം ഹൗസിലുള്ളവർക്ക് പിന്നെ നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിക്കാം. പിന്നെ കാണുന്നത് അനീഷിൻ്റെയും അനുമോളുടെയും ഒരു കോംബോയാണ്. അപ്പോൾ ഈ ഒരാഴ്ച കൊണ്ട് പ്രേക്ഷകർ എല്ലാവരും ഇവരുടെ ഒരു കോംബോ ആസ്വദിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇവർ തമ്മിലുള്ള സംഭാഷണം, അനുവിൻ്റെ പിണക്കത്തെക്കുറിച്ചാണ് ആതിരയോടും നൂറയോടും അപ്പോൾ ചോദിക്കുന്നു, അവരോട് സംസാരിച്ചുവോ? അനുമോൾ പറയുന്നു, ഇല്ല ചേട്ടാ, ഞാൻ സംസാരിച്ചില്ല, എനിക്ക് പഴയതുപോലെ അവരോട് സംസാരിക്കാനും കാണുവാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. അപ്പം മനീഷ് പറയുന്നുണ്ട്, ഒറ്റ ദിവസത്തെ കാര്യം വെച്ചിട്ട് ഇങ്ങനെ ജഡ്ജ് ചെയ്യല്ലേ അനുമോളെ. അപ്പൊ ആ സംഭാഷണം നീണ്ടുപോകുന്നു. അതിനുശേഷം ആദിലെ അനീഷ് വിളിക്കുന്നു. അനീഷ് ആദിലോട് ചോദിക്കുന്നു, അനുവിനോടുള്ള പിണക്കം മാറിയോ? അതില് പറയുന്നു, പിണക്കമല്ല, തിരിച്ചറിവാണ്. അപ്പൊ ഇതൊക്കെ പറയുമ്പോഴും അനു ഇവിടെ ഇരിപ്പുണ്ട്. അതിലെ പറയുന്നു, ഇന്നലത്തോടെ ഞാൻ ചിലരുടെയൊക്കെ ട്രൂ ഫേസ് പൊഴിഞ്ഞു വീഴുന്നത് കണ്ടു. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, അതിലേക്ക് നല്ല സൂപ്പർ ഡയലോഗ്സ് അതിലാണ്. പിന്നെ പറഞ്ഞ ടിക്കറ്റ് ഫിനാലയിൽ നൂറയ്ക്ക് പ്രവേശനം കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചത് ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഷാനവാസും അനുമോളുമാണ്. പക്ഷെ ഇപ്പൊ എനിക്കത് തെറ്റായി പോയി എന്ന് മനസ്സിലായി എന്ന് അതിൽ പറയുന്നു. ആ സമയത്ത് കിച്ചിരിക്കുന്നവരൊക്കെ പറയുന്നുണ്ടോ, ക്യാമറ സ്പേസിന് വേണ്ടിയാണ് അനീഷും അനുമോളും കൂടെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത് പറയുന്നു. അവിടെ സാവോ പറയുന്നു, ഈ അനീഷ് ഓരോന്നിങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല. ആദ്യം മാസ് ട്രാക്ക്, പിന്നെ ഒറ്റപ്പുഴ ട്രാക്ക്, പിന്നെ വേറെ കുറെ ട്രാക്കിന്റെ പേര് പറഞ്ഞു, പിന്നെ കെയറിങ് കോംബോ ട്രാക്ക്, അതിപ്പം അനുമോളാണ്. പിന്നെ ലവ് ട്രാക്ക് എന്ന് എനിക്ക് പറയാൻ ഇഷ്ടമില്ല, ലവ് ട്രാക്ക് ആണോന്ന് എനിക്ക് അറിയത്തില്ല. തമാശ പറയാണ് നെവിൻ സാവുമാരോട്, നിന്നെ ഞാൻ തുറന്ന് കാണിക്കും. തമാശയാണ് കേട്ടോ. അങ്ങനെ കുറെ കാര്യങ്ങൾ അവിടെ പറയുന്നു. പിന്നെ അപ്പോഴാണ് മണി ടാസ്ക് വന്നത്. 3.5 ലക്ഷം രൂപ ജയിക്കുന്നവർക്ക് കിട്ടും. ഇങ്ങനെ കുറെ ബ്ലോക്ക് ഇരിപ്പുണ്ട്, അതിനകത്ത് ഫോട്ടോ ഒട്ടിച്ചിട്ടുണ്ട്. ഏത് ഫോട്ടോയാണോ ആദ്യം എടുത്ത് ഡസ്റ്റ്ബിന്നിൽ ഇടുന്നത് അവർക്കാണ് 3.5 ലക്ഷം രൂപ ലഭിക്കുന്നത്. അപ്പൊ ആദ്യമേ അനീഷ് ഔട്ടായി പോയി. ഞാൻ നേരത്തെ ഒന്ന് അനീഷ് ഊഞ്ഞാലിരിക്കുന്ന കണ്ടിട്ട്, ഇനി അനുമോളുമായിട്ടൊരു കോംബോ ട്രാക്ക് വന്നതിന് ശേഷമാണ് ഈ ഊഞ്ഞാലിരിപ്പ് ഞാൻ കാണും. നേരത്തെ അനീഷിനെ ഞാൻ ഊഞ്ഞാലിൽ കണ്ടിട്ടേ ഇല്ല. അപ്പോൾ നേരെ ഊഞ്ഞാലെടുത്ത് പോയി. ബിഗ് ബോസ്, എനിക്ക് യാതൊരു സങ്കടവുമില്ല, സങ്കടപ്പെട്ടാണ് ഇരിക്കുന്നത്, മുഖം കണ്ട് വാടിപ്പോയിരിക്കുക. അപ്പോൾ ബിഗ് ബോസ്, എനിക്ക് സങ്കടമില്ല, കാശ് കണ്ണ് മഞ്ഞളിച്ചിട്ടില്ല, ഞാൻ ഉള്ളത് കൊണ്ട് ജീവിക്കാൻ പഠിച്ചവനാണെന്നൊക്കെ എന്തൊക്കെയോ ബിഗ് ബോസിനോട് പറയുന്നു. സാബുമാൻ പറയുന്നുണ്ട്, എനിക്ക് ആങ്സൈറ്റി. ഈ സാബുമാൻ ഏത് ടാസ്ക് വന്നാലും അത് പരാജയപ്പെടും. ഈ സാബുമാന് ശ്രദ്ധിക്കാത്തതാണോ എന്ന് എനിക്കറിയത്തില്ല. കണ്ട ഒരു സ്പോർട്സ്മാനെ പോയൊക്കെ ഇരിക്കുമെങ്കിലും ഏത് ടാസ്ക് വന്നാലും പുള്ളിക്കാരനത് തോറ്റുപോകും. പുള്ളി പറയുന്നത് ആങ്സൈറ്റി ഒരു പ്രശ്നം ഉള്ളത് കൊണ്ടാണ്, ചിലപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും. ഈ ഒരു ടാസ്കിൽ ജയിച്ചത് നൂറയാണ്. അവസാനം കളി വന്നത് അക്ബർ നൂറയാണ്. അപ്പം ബിഗ് ബോസ് പറഞ്ഞു, നിങ്ങളെല്ലാം കൂടെ തീരുമാനിക്കുക ആർക്ക് ഈ 3.5 ലക്ഷം രൂപ കൊടുക്കുക. അപ്പോൾ എല്ലാവരും തീരുമാനിച്ചു നൂറയ്ക്ക് കൊടുക്കാം. അങ്ങനെ നൂറ വിജയിയായി പ്രഖ്യാപിച്ച് നൂറയ്ക്ക് 3.5 ലക്ഷം രൂപ കിട്ടി. അത് കൊള്ളാമല്ലേ, അവരൊറ്റയ്ക്ക് താമസിക്കുന്ന കുട്ടികളല്ലേ, അവർ ആ പൈസ കൊണ്ട് ജീവിക്കാം. നവി പിന്നെ പറഞ്ഞു, എൻ്റെ മാനസികാവസ്ഥ തീരെ ശരിയല്ല, അനുവിനോട് പറയുകയാണ്. കാരണം ഇപ്പം മണി ടാസ്കിലൊന്നും പുള്ളിക്ക് പങ്കെടുക്കാൻ പറ്റത്തില്ല. ഒരു സങ്കടമല്ലേ, 2-3 ദിവസം കൊണ്ട് ഒരു ടാസ്കിലും, അതും പൈസ കിട്ടുന്ന ടാസ്ക് നെവിന് പങ്കെടുക്കാൻ സാധിക്കുന്നില്ല. അത് ഇവൻ്റെ പ്രശ്നത്തിൽ, അതുപോലെ ഷാനവാസിന്റെ പ്രശ്നത്തിലൊക്കെയാണ്. പക്ഷെ അവരെല്ലാവരും ഇപ്പം അങ്ങ് ഭയങ്കര കൂട്ടായി കേട്ടോ. ഈ പുള്ളിക്കാരി ഈ നെവിൻ ഇപ്പോഴും ആ പണിഷ്മെന്റ് സഹിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അനുവിനോട് ഭയങ്കര സ്നേഹം. ഇപ്പം അനുവിൻ്റെ കൂടെ പോകുക, അനുവിനെ കെട്ടിപ്പിടിക്കുക, എന്തൊക്കെയാണോ ചെയ്യുന്നത്. അപ്പൊ അതിനിടയ്ക്കൂടെ അനീഷ് ഇതല്ലേ പോമഗ്രേറ്റ്, അതെല്ലാം ശരിയാക്കി വൃത്തിയാക്കി. അപ്പം അനുവാണെങ്കിൽ ഇങ്ങനെ ഊഞ്ഞാലിങ്ങനെ ആടിക്കൊണ്ടിരിക്കുക. ഇപ്പൊ രണ്ടുപേരും എപ്പോഴും ഊഞ്ഞാലില്ല. അപ്പൊ അവിടെ കൊണ്ടു കൊടുക്കുന്നു അനുവിന്, തിന്നുവനു. അപ്പം അനു പറയും, ചേട്ടാ ഇത് ചേട്ടൻ്റെ അല്ലേ ചേട്ടാ, എൻ്റെ പോമഗ്രേറ്റ് എൻ്റെ കയ്യിലുണ്ട്. അപ്പം സമ്മതിക്കുന്നില്ല, ഇല്ല തിന്നേ പറ്റൂ. അപ്പം അനു ഇങ്ങനെ കുറച്ചെടുത്ത് കഴിക്കുന്നു. പിന്നെ കാണിക്കുന്നത് ആദിലയും നൂറയും തമ്മിലുള്ള സംഭാഷണമാണ്. അപ്പൊ അവർക്ക് ശരിക്കും അവർ സ്ട്രഗിൾ ചെയ്ത് വന്നവരായതുകൊണ്ട് അവർക്കിപ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം നൂറ നേരിട്ട് ഫൈനൽ 5-ലെത്തി. പിന്നെ അതിൽ ഇത്ര ഇപ്പം ഇനി 13 ദിവസം കണ്ടല്ലേ ഉള്ളൂ, 12 ദിവസമേ ഉള്ളൂ. അപ്പോൾ ഇതുവരെയും അതിൽ നിൽക്കുന്നു. അപ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യമൊക്കെ ഒരു വീക്ക് കണ്ടസ്റ്റൻ്റ് എന്നാണ് വിചാരിച്ചത്. കാരണം അതിൽ വാ തുറക്കത്തില്ല, ടാസ്കിലൊന്നും ജയിക്കത്തില്ല, ഒരു
തടുത്ത മട്ടായിരുന്നു. പക്ഷെ ഇപ്പം വന്ന് അവർ കത്തി കയറുന്നുണ്ട് രണ്ടുപേര്. അപ്പം നൂറയാണെങ്കിൽ ഫിസിക്കൽ ടാസ്ക് എല്ലാം നല്ലതായിട്ട് ജയിച്ചിട്ടുണ്ട്. അപ്പം ഇവർ രണ്ടുപേർക്ക് ഭയങ്കര സന്തോഷം. അപ്പം അവർ പറയും നമ്മളെ ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ട്, അങ്ങനെ ഇങ്ങനെ. അപ്പം അവർക്ക് ഫാമിലി കൂടില്ല, അതിൻ്റെയൊക്കെ ഒരു എന്തായാലും മനുഷ്യരല്ലേ, അതൊക്കെ സങ്കടം കാണുമല്ലോ. പിന്നെ പാത്രം കഴുകുന്ന പ്രശ്നം. ഈ 2-3 ആഴ്ച കൊണ്ട് ഈ പാത്രം കഴുകുന്ന പ്രശ്നം എന്തുവാണോ എന്തോ. അനുവിന് മനസ്സിലായെന്ന് തോന്നുന്നു, 12 ദിവസമല്ലേ ഉള്ളൂ. അപ്പം ഏകദേശമൊക്കെ ഗസ് ചെയ്യുന്നുണ്ടായിരിക്കും. അനു ഒരു ആരെയും അനുസരിക്കുന്നില്ല, ക്യാപ്റ്റനെ അനുസരിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, ഒരു ഡ്യൂട്ടിയും ചെയ്യുന്നില്ല. പുള്ളി ഒരു എന്തോ ഇപ്പോഴേ അങ്ങ് വിന്നർ ആയതുപോലൊക്കെയാണ് അനുവിൻ്റെ പെരുമാറ്റം. അപ്പം ഈ കൊടുക്കുന്ന പൈസയൊക്കെ അല്ലേ, അപ്പം നേരത്തെ മണി ടാസ്ക് വരുന്നില്ല, ആ പൈസയെല്ലാം ഈ വിന്നർ പ്രൈസിൽ നിന്നാണ് കുറയ്ക്കുന്നത്. അപ്പം അവിടെ എഴുതി കാണിച്ചു എത്ര പൈസ കുറച്ച്. കാരണം ഇന്ന് 3 ലക്ഷം രൂപ നൂറയ്ക്ക് കൊടുത്തില്ലേ, അപ്പം അതിൽ നിന്നും കുറച്ചു. അത് കഷ്ടമായി പോയല്ലേ. അങ്ങനെ വിന്നർ പ്രൈസിൽ നിന്ന് പൈസ കുറയ്ക്കണ്ട. പിന്നെ കാണിക്കുന്നത് അനു കിടക്കുന്നതായിട്ടാണ്. അവിടെയും വന്നു ഇന്നലെ അക്ബർ വന്ന ദേ ഡിങ്കൻ വരുന്നു രക്ഷിക്കാൻ. അവിടെയും അനീഷ് വന്നു. അനീഷ് പറയുന്നു, എഴുന്നേക്കൂ, എന്താണ് ഇവിടെ വന്ന് കിടക്കുന്നത്, ഇങ്ങനെ അല്ലല്ലോ. അപ്പം അനു പറഞ്ഞു, എനിക്ക് ഇവിടെ കിടക്കുന്നതാണ് സുഖം, ഇത് നേരത്തെ ഈ സുഖമില്ലായിരുന്നല്ലോ, ഇവിടെ വന്ന് കിടക്കുന്ന എന്തിനാ, വാ 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 എന്ന് പറഞ്ഞ് ഭയങ്കര ബഹളം. അയ്യോ ഒന്നും പറയണ്ട, ഇത് ഇച്ചിരി നേരത്തെ തുടങ്ങിയിരുന്നെങ്കിൽ നമുക്ക് കാണാമായിരുന്നു. ഇപ്പം ഇനിയിപ്പോൾ 12 ദിവസമേ, ഇനിയിപ്പോൾ അവരെന്തോ കോപ്പ കളിക്കാൻ. അക്ബർ അകത്ത് നിന്നുകൊണ്ട് പറയാണ്, അനു ഈ ഊഞ്ഞാലി ആടിക്കൊണ്ടിരിക്കുക, ഒരു ആറ്റം ബോംബാണ് ഇരിക്കുന്നതെന്ന് ആ ഊഞ്ഞാലിനറിയുമോ. എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറിച്ചില്ല. ഇപ്പം അക്ബറൊക്കെ ഭയങ്കര ചൊറിച്ചില്ല. പിന്നെ പറയുന്നത് ചിരിച്ചിട്ട് കറുത്തിറക്കുന്ന ഇനമാണ് അനുവിനെ കുറിച്ച് പറയാണ്. അക്ബർ ആണെങ്കിൽ പാട്ടുണ്ടാക്കുക, നല്ല രസമാണ് പാട്ട് കേൾക്കുക. ബിഗ് ബോസ് റാണി, നാടക റാണി, ഇല്ല മുടിക്കും ഇല്ല മുടിക്കാനായി എന്തൊക്കെയോ ഒരു പാട്ട്. അതൊരു ഇപ്പം രണ്ടു ദിവസം കൊണ്ട് ആ പാട്ട് പാടുന്നുണ്ട്. ഇന്ന് വേറെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പാട്ട് പാടുന്ന കൊള്ളാം. പുള്ളി ഒരു നിമിഷ കവിയും പാട്ടുകാരനൊക്കെ അല്ലേ, അപ്പം അതൊക്കെ കേൾക്കാൻ രസമുണ്ട്. ഇനി അനുമോളുടെ ടോക്കവിടെ വരുന്നുണ്ട്, ആ നൂറയും അക്ബറും എല്ലാം കൂടെ. അപ്പം അനുവിൻ്റെ ഏതോ ഒരു കുറ്റം നൂറ പറയുന്നുണ്ട്. അപ്പം അക്ബർ പറയുന്നു, കഴിഞ്ഞ ആഴ്ച നിങ്ങൾ പറഞ്ഞില്ലേ ഞാനും നെവിനും കൂടെ അനുമോൻ്റെ പിന്നാലെ നടന്ന് സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കുന്നെന്ന്, ഇപ്പം മനസ്സിലായോ. അപ്പം നൂറയതല്ലേ ഇപ്പോഴല്ലേ മനസ്സിലാകുന്നു, ഞങ്ങൾക്ക് ഇതൊന്നും അറിഞ്ഞുകൂടായിരുന്നല്ലോ എന്നൊക്കെ നൂറ പറയുന്നു. പിന്നെയും പാത്രം കഴുകുന്ന പ്രശ്നം വരുന്നത്. അയ്യോ ഈ അനു എന്തുവാണോ എന്തോ പാത്രം കഴുകുന്ന പ്രശ്നമാണ്. പാത്രം അനു കഴുകാതിരിക്കുന്നു. പിന്നെ കുറച്ച് പാത്രം ഇരുന്നപ്പോൾ അത് നേരത്തെ കഴുകിയെന്ന് പറയുന്നു. പിന്നെ അക്ബർ പാത്രം കൊണ്ടുവച്ചപ്പോൾ അത് കഴുകാതെ പോകുന്നു. എനിക്കറിയത്തില്ല, പാത്രം കഴുകുന്ന ഭയങ്കര പ്രശ്നം. ഇപ്പം കിച്ചണൊക്കെ നല്ല അടിപൊളി വൃത്തിയാണ്. മറ്റേ അക്ബർ പാത്രം കഴുകുന്നുണ്ട്. അപ്പം നെവിനൊക്കെ ക്യാപ്റ്റനായിരുന്ന സമയത്താണ് അയ്യോ കിച്ചണൊക്കെ വേറും അഴുക്കായിരുന്നു. ഇപ്പം കുഴപ്പമില്ല. അതുപോലെ അക്ബറും നെവിനും തമ്മിലുള്ള സംഭാഷണം അടിപൊളിയായിരുന്നു. അവർ ഫോൺ, ഈ നമ്മൾ റേഡിയോയിലൊക്കെ ഈ ഫോൺ വിളിക്കത്തില്ല, അങ്ങനെ ഒരു പരിപാടിയില്ല അവിടെ. അപ്പം അതുപോലെ കളിക്കുന്നുണ്ട്, രസമായിരുന്നു. അപ്പോഴും അക്ബർ പാട്ട് പാടുന്നുണ്ട്. അപ്പം അത് കഴിഞ്ഞ് ഡെയിലി ടാസ്ക് വന്നു, വിരോധാഭാസം എന്ന് പറഞ്ഞാൽ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകാതെ പരസ്പരം ബന്ധമില്ലാതെ ഉത്തരം നൽകുക, അതാണ് ടാസ്ക്. ആരെങ്കിലും കൃത്യമായോ ബന്ധമുള്ളതോ പറഞ്ഞാൽ അവർ പുറത്താകും. അതിൽ ജയിച്ചത് അക്ബർ. അത് രസകരമായിരുന്നു. ഇവർ പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കേൾക്കാൻ നല്ല അടിപൊളിയായിരുന്നു. അപ്പം അതിന് സമ്മാനം കിട്ടിയത് അൽഫാം ചിക്കനാണ്. അപ്പം അത് അടിപൊളി. എല്ലാവരും ഓടി വന്ന് അതെടുത്ത്. അപ്പം നെവിൻ്റെ ഒരു സൗണ്ട് വെക്കലുണ്ടല്ലോ ഈ ഫുഡ് കാണുമ്പോൾ, അപ്പം അത് വന്നിട്ട് എല്ലാവരും എടുത്ത് കഴിക്കുന്നു. നെവിൻ ഒരു മൂലയ്ക്ക് കൊണ്ടുവച്ച് കഴിയും. അപ്പം അനുമോൾ ചോദിക്കുന്ന, അല്ലെങ്കിലും ബാക്കി വെക്കണേ എന്നൊക്കെ പറയുന്നത്. അനുമോൾ പറയണ 2 ദിവസം കഴിഞ്ഞിട്ട് ഇത് കഴിക്കാമല്ലോ എന്ന് പറഞ്ഞാൽ വിക്റ്റായി പോകുന്നതാണ് അനു ഉദ്ദേശിച്ചത്. പക്ഷേ നെവിൻ പറയുന്നത് 3 ദിവസം കഴിഞ്ഞിട്ട് എന്നെ വിടുമെന്ന് എനിക്ക് അറിയത്തില്ല. നെവിൻ പറയാണ്, ഞാൻ പുറത്തിറങ്ങിയാൽ അനുമോളുടെ ഫാൻസ് എൻ്റെ കോലം കത്തിക്കും എന്ന് പറഞ്ഞിട്ട് അനുവിനെ ചെന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. കെട്ടിപ്പിടിച്ചിട്ട് പറയുന്ന, ഇത് കപട നാടകമല്ല, ഇതെൻ്റെ മനസ്സിൽ നിന്ന് വരുന്ന ഇഷ്ടമാണ്. പക്ഷെ എന്നിട്ട് അനുവിനോട് പറഞ്ഞു, എന്നും ഞാൻ കെട്ടിപ്പിടിക്കുന്നും പറഞ്ഞ് എന്നോടുള്ള ഇഷ്ടമൊന്നും വെക്കണ്ട എന്ന് പറഞ്ഞാൽ ഇനി നിനക്ക് മണി വരുമെന്നാണ് അതിൻ്റെ അർത്ഥം. അനുവിൻ പറയാണ്, ഇപ്പം അക്ബർ അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ, ഞാൻ ഇനി അനുവിനെ ഒറ്റപ്പെടുത്തത്തില്ല. അപ്പം അക്ബർ പറഞ്ഞത് നിന്റെ വൻ പരാജയമായിരിക്കും. അതിനുശേഷം കാണുന്നത് അനുമോൾ സീരിയലാണ്. അപ്പം അനുമോളാണെങ്കിൽ വെളിയിൽ ഊഞ്ഞാലിരുന്ന് ഒരു പ്രത്യേക രീതിയിൽ കരയുന്നത്. അതെന്തൊരു കരച്ചിലാണ് എനിക്കറിയത്തില്ല. കൈയൊക്കെ ഇങ്ങനെ കടിച്ച് പിടിച്ച്, എനിക്കൊരു സൗണ്ട് വിളി കേൾക്കാതെ കരയുവാണോന്ന് അറിയത്തില്ല, ഒരു പ്രത്യേക കരച്ചിൽ കരയുന്നു. അതോടെ ഈ ഒരു എപ്പിസോഡ്
അവസാനം. അപ്പം ഇന്ന് ത്രൂ ഔട്ട് എല്ലാത്തിലും അനുമോളുടെ ഓരോ കാര്യങ്ങളായിരുന്നു, ഓരോ കാര്യങ്ങൾ കാണിക്കുന്നതായിരുന്നു ഇന്ന് ഹൈലൈറ്റ് ആയിട്ട് നിന്നത്. അപ്പം അനുമോളെ ചുറ്റിപ്പറ്റിയാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അനുമോൾ ഇപ്പം പിണക്കാണല്ലോ എല്ലാവരോടും. അപ്പം അതുകൊണ്ട് അനുമോളായിരുന്നു ഇന്നത്തെ താരം. അപ്പം നമുക്ക് കാത്തിരിക്കാം ആരാണ് കപ്പ് കൊണ്ടുപോകുന്നത്. അപ്പം ആര് കപ്പ് കൊണ്ടുപോയാലും അവർക്ക് സന്തോഷം, നമുക്ക് സന്തോഷം, എല്ലാവർക്കും സന്തോഷം. അപ്പം ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. ഓക്കെ.